ഇടി ആ പെണ്ണ് കയറി വന്നില്ല, അതിനു മുമ്പ് നീ അവളുടെ സ്വർണം വെക്കാൻ തുടങ്ങിയോടി. ചേച്ചി അമ്മ ഗുഡ് മോർണിംഗ്. മോളെ എഴുന്നേറ്റോ? ഇച്ചിരി കൂടെ നേരം ഇറങ്ങായിരുന്നില്ലേ? അത് പിന്നെ ആദ്യത്തെ ദിവസമല്ലേ, കുറച്ച് നേരത്തെ എഴുന്നേക്കാന്ന് വിചാരിച്ചു. എന്നും ഒന്നും ഇത്ര നേരത്തെ എഴുന്നേക്കൊന്നും വേണ്ടെന്നേ, ഇഷ്ടം പോലെ ഉറങ്ങിക്കാം. അല്ല ഇതേതാ മോളെ മാല? ഇന്നലെ കണ്ടില്ലായിരുന്നല്ലോ. ഇതെന്നെ അമ്മായി തന്നെയാ. പുള്ളിക്കാരിക്ക് പെമ്മക്കളില്ല, അപ്പോൾ ചെറുപ്പം തൊട്ടേ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതും ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരും എപ്പോഴും. കല്യാണത്തിന് എനിക്ക് നെക്ലേസ് തരുന്നത് പുള്ളിക്കാരിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അങ്ങനെ തന്നെ അത്. അങ്ങനെയാ നല്ല ബന്ധുക്കളൊക്കെ ഉണ്ടായ ഗുണം. ഇവിടെ ഒരാളുണ്ട്, കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ ദേവു 5 പവനും കൊണ്ടാ വന്നേ. 5 പവൻ. ഞങ്ങൾക്ക് പിന്നെ കാശിന് ആക്രാന്തം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും പറയാനും പോയില്ലോ, ഒന്നുമില്ല. എന്നാലും ഒരു വീട്ടിൽ നിന്ന് ഒരു വള കെട്ടിച്ചു വിടുമ്പോൾ 5 പവനൊക്കെ എന്നൊക്കെ പറഞ്ഞേ, ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ അമ്മ സ്വർണ്ണം എൻ്റെ ഒരു 22 പവനുണ്ട്. അത് എൻ്റെ അലമാരി വെക്കണോ അതോ അമ്മയുടെ അലമാരിയിൽ വെക്കണോ? അമ്മയുടെ തരണോ? എന്താ ചെയ്യണ്ടേ? എൻ്റെ ദൈവമേ, ഇന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന മരുമക്കളുണ്ടോ? സാധാരണ പണ്ടത്തെ ഒരു ഇതൊക്കെ വെച്ചിട്ട് അമ്മായിമാരോട് ചോദിക്കും കല്യാണ പിറ്റേന്നോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ അന്നോ, അമ്മ എൻ്റെ സ്വർണ്ണം എന്താ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ചില അമ്മായിമാരങ്ങ് മേടിച്ച് വെക്കും. ഞാൻ പിന്നെ അങ്ങനെയൊന്നുമല്ല. പക്ഷെ മോളുടെ മര്യാദയ്ക്ക് മോള് ചോദിച്ചല്ലോ, അത് തന്നെ വലിയ ആരും. എനിക്ക് ഒന്നും വേണ്ട, മോക്കടെ അലമാര തന്നെ വെച്ചാൽ മതി, അത് അവിടെ തന്നെ വൃത്തിയായിട്ടിരുന്നോളൂ കേട്ടോ. ചോദിക്കാൻ ഒരു മനസ്സ് കാണിച്ചല്ലോ, അതാ വലുത്. ഇവിടെ ചിലവരുണ്ട് കല്യാണത്തിൻ്റെ അന്ന് ഞാൻ കണ്ടതാ സ്വർണ്ണമൊക്കെ, പിന്നെ അതൊന്നും കണ്ടിട്ടില്ല. അതവിടെ ഉണ്ടോ വിറ്റോ നീ സ്വന്തം വീട്ടുകാർക്ക് എടുത്ത് കൊടുത്തോ ദൈവത്തിനറിയാം. യോ 5 മണി ചായ കുടിച്ചില്ലല്ലോ ഇതുവരെ. ദേവു ആ ചായ ഇങ്ങോട്ട് എടുത്തേ. കണ്ടോ, ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുക, അല്ലാണ്ട് ഇവക്ക് വലിയ കഴിവൊന്നുമില്ല. മോൾ ആ ടേബിളിലോട്ട് ഇരുന്നേ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ഇത് കഷ്ടം. അല്ല മോളെന്നെ കാണിക്കുന്നേ? അമ്മ ഞാൻ ഈ പാത്രം കഴുകാൻ. അതൊക്കെ ചെയ്യാനേ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. ദേവു ഒന്നിങ്ങോട്ട് വന്നേ. അത് സാരല്ലമ്മേ, ഞാനിപ്പോൾ ഇത് ചെയ്യണതിനിപ്പോൾ എന്താ കുഴപ്പം? പിന്നെ ദേവു ചേച്ചി അടുക്കളയിൽ ഒറ്റയ്ക്കല്ലേ, ഞാൻ ചേച്ചി എന്തെങ്കിലും സഹായിക്കാമെന്ന് വിചാരിച്ചു. പോലെ പാത്രം എന്തെങ്കിലും കഴുകാണ്ടെങ്കിലേ. ദൈവമേ, എൻ്റെ ദേവു നീ ഇവളെ കണ്ടു പഠിക്കണം കേട്ടോ. ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഒരു ദിവസം നീ ഇതുപോലെ ഇങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇന്നത്തെ കാലത്തുണ്ടല്ലോ മോളെ, അങ്ങോട്ട് പണി ചെയ്യാൻ പറഞ്ഞാൽ കൂടെ ചെയ്യില്ല. അമ്മാതിരി സൈസ് പിള്ളേരാണ് ഇന്നത്തെ കാലത്തുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങോട്ട് പറയുന്നു ഞാൻ പണി ചെയ്തോളാന്ന്. എന്തെല്ലാം സ്വഭാവം എൻ്റെ മോളെ നിനക്ക്. അമ്മ ഇതത്ര വലിയ കാര്യമൊന്നുമല്ല, ഞാനിത് എൻ്റെ വീട്ടിൽ ചെയ്യാറില്ല. പാത്രം കൊണ്ടും കഴുകാണ്ടിരുന്നുണ്ടല്ലോ എൻ്റെ അമ്മ എന്നെ ഓടിക്കും. അങ്ങനെയാ വേണ്ടത്. നല്ല അന്തസ്സുള്ള വീട്ടുകാർ അങ്ങനെയൊക്കെ പഠിപ്പിച്ച് വിടും. എൻ്റെ മോളെ നീ തന്നെ കേൾക്കണം. ദേവു ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടേ 2 കൊല്ലമായി. ഇവിടൊക്കെ വരുന്ന സമയത്ത് ഒരു പ്ലാന പറിച്ചിടാൻ പോലും അവൾക്ക് അറിയത്തില്ലായിരുന്നു, അല്ലയോ ദേവു? ഞാൻ എല്ലാം പുറകെ നടന്ന് പഠിപ്പിച്ചത് അവളെ. ഒരു സാധനം അറിയത്തില്ല. അതെടുക്കാൻ ഇതെടുക്കാൻ എന്തുണ്ടെങ്കിലും എന്നോട് ചോദിച്ചുകൊണ്ട് നടക്കും. അമ്മ അത് ചെയ്യട്ടെ, അമ്മ ഇത് ചെയ്യട്ടെ, അടുത്ത് ഇനി എന്താ ചെയ്യണ്ടേ? സാധാരണ പെണ്ണുങ്ങൾ എങ്ങനെയാ, ഒരു പണി കഴിഞ്ഞാൽ അടുത്ത് അങ്ങ് പോയി ചെയ്യുക, അതാ ഒരു ഇത്. ഇതെല്ലാം പറഞ്ഞു കൊടുത്തേക്ക് അവളിപ്പോൾ ഈ ഒരു നിലയിലെങ്കിലും എത്തി. ഇപ്പോഴോ ഒരു കാര്യമില്ല, ഞാൻ പറയാണ്ട് ഒരു കാര്യവും ചെയ്യത്തില്ല. ഇങ്ങനെ കഴങ്ങ് പോലെ നിൽക്കാൻ മാത്രം അറിയാം. അതായത് നല്ല വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിടാത്തതിൻ്റെ കുഴപ്പമാണ്, തന്തയും തള്ളമാരുടെ കുഴപ്പമാണ് ഇതൊക്കെ. അത് പിന്നെ ഓരോ വീട്ടിലും ഓരോ രീതികളല്ലേ. കണ്ട നോക്കി നിൽക്കണം. നോക്കിയേ, ഇതാണ് കിഴങ്ങ് പോലെ നിൽക്കുക എന്ന് പറഞ്ഞത്. ഇതാണ് ഞാൻ നിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എടി 5 മോള് കഴിച്ച പാത്രം എടുത്തോട്ട് പോയി കഴുകി ദേവു. എന്തിനാ ഇങ്ങനെ വായും പിടിച്ച് നോക്കി നിൽക്കണത്? എന്റെ പൊന്നോ, ഇവിടെ സഹിക്കണമെങ്കിൽ. മോള് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണോ? പെട്ടിയിലിരിക്കുമായിരുന്നു അമ്മ, എല്ലാം ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അയ്യോ മോള് ഒറ്റയ്ക്ക് ചെയ്യണ്ട, അമ്മയും കൂടെ കൂടാ മാറ്. വേണ്ട വേണ്ട, ഞാൻ ചെയ്തോളാം. ഒറ്റയ്ക്ക് എങ്ങനെയാ മോളെ ഇത്രയും തുണിയൊക്കെ എടുത്ത് മടക്കി വയ്ക്കുന്നത്? ഞാൻ ഒരു കാര്യം ചെയ്ത് ദേവോനെ ഇങ്ങോട്ട് വിട്ടാ അവള് സഹായിക്കും. അയ്യോ കുഴപ്പമില്ല അമ്മ, സാരല്ല, ഞാൻ ചെയ്തോളാം. മോളെ അങ്ങനെയൊക്കെ പറയും, അതൊന്നും സാരില്ല, ഞാൻ അവളെ വിടാട്ടോ. ചേച്ചി വരണ്ടായിരുന്നു, ഞാൻ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എനിക്ക്. ഞാൻ പറഞ്ഞത് അമ്മയടുത്ത്, അമ്മ നിർബന്ധിപ്പിച്ച് ചേച്ചിനെ വിളിച്ചതാ. അതൊന്നും സാരില്ല, രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റതാ, അപ്പോൾ തൊട്ട് തുടങ്ങിയ പണിയാ.
ഇപ്പം എല്ലാം ഒന്ന് കഴിഞ്ഞ് ഒതുക്കി ഒന്ന് ഇച്ചിരി നേരം കിടക്കാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോണത് അമ്മ കണ്ടതാ. അപ്പം പിന്നെ അടുത്ത പണി തരാൻ വേണ്ടി അമ്മ വിളിച്ച ഇതപ്പോടെ സ്ഥിരം പരിപാടിയാണ്. ചേച്ചി കുറേ സഹിക്കുന്നുണ്ടല്ലേ? അമ്മയുടെ വാക്കുകളൊക്കെ ചേച്ചിനെ ഒത്തിരി വേദനിപ്പിക്കേണ്ടെന്ന് എനിക്കറിയാം. കല്യാണം കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ അമ്മയുടെ വായിൽ നീ കുറ്റം പറച്ചിലും ചീത്തയൊക്കെ. നിൻ്റെ മുന്നിലായതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ, ഇനി പോകുമ്പോൾ നോക്കിക്കോ കൂടും ചീത്തയൊക്കെ. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു, പിന്നെ കേട്ട് മടുത്തു, അത്ര തന്നെ. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടൊരു കാര്യമില്ല. എത്രയൊക്കെ നല്ല കാര്യം അമ്മയ്ക്ക് ചെയ്താലും അമ്മ എന്നെക്കുറിച്ചൊരു നല്ല വാക്ക് ആരോടും പറയില്ല. ചേച്ചി ആയതുകൊണ്ട് ഇങ്ങനെ സഹിച്ചോണ്ട് നിൽക്കുന്നത്. എന്നോട് വല്ലതാണ് അമ്മ പറഞ്ഞിരുന്നേ ഉണ്ടല്ലോ, നല്ലത് കേട്ടേനെ. അങ്ങനെ അമ്മ പറഞ്ഞാൽ നിനക്ക് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. കാരണം എന്തെന്നറിയാം, നീ അത്യാവശ്യം നല്ല രീതിയിൽ സ്ത്രീധനമൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. ഞാനങ്ങനെ അല്ലായിരുന്നു. എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഇവിടെ ചേട്ടൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും തമ്മിൽ അങ്ങനെ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവരങ്ങോട്ട് നല്ലോണം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. കല്യാണത്തിൻ്റെ സമയത്ത് ഇവർ പ്രതീക്ഷിച്ചത്ര പോലും പോയിട്ട് ഒരു 5 പവനം കൊണ്ട് ഞാനിങ്ങോട്ട് വന്നേ. 5 പവനിൽ ഇത്തിരി കൂട്ടിത്തരാൻ പോലും എൻ്റെ അച്ഛന് കഴിഞ്ഞില്ല. ആദ്യമൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നു. ആദ്യമല്ല, അന്ന് തൊട്ടേ ഭയങ്കര പുച്ഛം തന്നെയാണ് കല്യാണം കഴിഞ്ഞപ്പറ്റി. ഒരു വേലക്കാരിയൊക്കെ കാണുന്ന ആ ഒരു പരിഗണനയൊക്കെ തന്നെ ഉള്ളൂ എനിക്കിവിടെ. എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടരുത്. മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കേട്ട് സഹിച്ച് പോകണം. അമ്മ, ചേച്ചി, എന്നാ പറ്റി മോളെ? ഞാൻ രാവിലെ ഇട്ടുകൊണ്ട് കിടന്ന എൻ്റെ മാല കാണുന്നില്ല. ഞാൻ രാവിലെ ഇട്ടുകൊണ്ട് കിടന്നൊരു നെക്ലേസ് അല്ലേ, കാണുന്നില്ലെന്നോ? അതെവിടെ പോവാനാ? ഞാൻ എവിടെ ഊരി വെച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ തുണി മടക്കി വെച്ചിട്ട് അത് കഴിഞ്ഞ് അലമാര കണ്ണാടി നോക്കിയപ്പോഴേ കാണില്ലെന്ന് മനസ്സിലായ. ഓ, ഇപ്പം അല്ലേ കാര്യം മനസ്സിലായി അമ്മയ്ക്ക്. അല്ല, മോളുടെ കൂടെ ആരാ തുണി മടക്കാൻ ഉണ്ടായിരുന്നേ? അത് ദേവ ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അതിനെന്താ? അഞ്ചുമോളെ, നിനക്ക് മനസ്സിലായില്ലേ? ആ മാല വേറെ ആരും അല്ല എടുത്തേ, ഇവള് തന്നെ എടുത്തേ. അതിലേക്ക് എടുത്ത് കൊടുക്കണേത്. അമ്മ എന്തേ പറയണേ? ഞാൻ ആരുടെ ഒന്നും എടുത്തിട്ടില്ല അഞ്ജു. ഞാൻ ഒത്തിരി കിടന്ന് നീ അഭിനയിക്കല്ലേ? രാവിലെ അഞ്ചുമോള് വന്ന ആ മാലയുടെ കാര്യം അടുക്കളയിൽ വന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കണ്ടത് എൻ്റെ ആർത്തി കുറിച്ചൊരു നോട്ടം. അമ്മ അനാവശ്യം പറയരുത്. ഞാൻ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ല, സത്യമായിട്ട് അഞ്ജു. ഞാൻ അയ്യോ ചേച്ചി, ഞാൻ ചേച്ചി അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ എന്തിനെങ്കിലും അതും ഇതൊക്കെ വിളിച്ചു പറയുന്നേ. ഞാൻ ഒന്നുകൂടെ പോയി റൂമിൽ നോക്കട്ടെ. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ. നോണം കെടുത്തിയാലോടെ നീ ഈ കുടുംബത്തിന്റെ അന്തസ്സ നീ കളഞ്ഞത്. ഇടി, ആ പെണ്ണ് കയറി വന്നില്ല, അതിനു മുമ്പ് നീ അവളുടെ സ്വർണം വെക്കാൻ തുടങ്ങിയോടി. മേനോട്ടവള് നിന്നേക്കൊണ്ടല്ലോ നല്ല കുടുംബത്തിൽ ജനിക്കാത്തതിന്റെ കുഴപ്പം നിനക്കൊക്കെ. കണ്ട സാധനമൊക്കെ എടുത്ത് മോഷ്ടിച്ചോണ്ട് നടക്കുന്നത്. മര്യാദക്ക് ആ സാധനം എടുത്ത് കൊടുക്കണേ. ആരും അറിഞ്ഞിട്ടില്ല ഇപ്പോ, നാണം കിടും അല്ലെങ്കിൽ. അമ്മ ഇങ്ങനെ പറയല്ലേ, ചെയ്തിട്ടില്ല, സത്യമായിട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും എൻ്റെ മനസ്സോ അറിയാത്ത കാര്യം അമ്മ പറയണം. അമ്മ എന്നെ ഒന്നും വിശ്വസിക്കുക, ഞാനാ ചെയ്യത്തില്ല. മര്യാദയ്ക്ക് ചോദിച്ചാൽ നീ സത്യം പറയില്ലല്ലോ. ഞാൻ നിന്റെ കെട്ടിയോനൊന്ന് വിളിക്കട്ടെ, അവൻ നിനക്ക് 4 തരുമ്പോൾ നീ സത്യം പറയും. നിന്റെ വീട്ടിൽ ഞാൻ ഒന്ന് വിളിക്കട്ട്, ഇന്നത്തോടെ നിർത്തി തരുന്നുണ്ട് ഇവിടുത്തെ പൊറുതി. അപ്പം ഞാൻ പറയുന്നു കേൾക്കുമ്പോൾ ഞാനല്ല. പ്ലീസ് അമ്മ. രണ്ടുപേരും നിർത്തിക്കേ. മാല കിട്ടി, ഇത് ഊരിപ്പോയതാ. എൻ്റെ മുടി തന്നെ ചുറ്റിപ്പടന്ന് കിടപ്പുണ്ടായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞത്, അത്ര കാര്യമാക്കൊന്നും വേണ്ട. അമ്മ എന്തൊരു നിസ്സാരമായിട്ട് ഈ കാര്യം പറഞ്ഞല്ലേ? ഇത്രയേറെ ഞാൻ അനുഭവിച്ച മാനസിക വിഷമം എന്താ നമുക്കറിയോ? ഞാൻ ഒരു തെറ്റ് പോലും ചെയ്യാണ്ട് നിങ്ങളൊക്കെ എന്നെ ഒരു നിമിഷമെങ്കിലും കള്ളിയായിട്ട് കണ്ടില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അമ്മ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? കാര്യം ഒത്തിരി സമ്പത്തും പണമൊന്നും കണ്ടു വളർന്നതല്ല ഞാൻ. നല്ല ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് അന്യൻ്റെ ഒരു മുതൽ പോലും ഞാൻ ഇന്നേ വരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ വീട്ടുകാരെന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചത്. ഞാൻ ഇത്രയും കാലം പല പല കാര്യങ്ങളിൽ അമ്മ എന്നെ കുത്തി വെച്ച് സംസാരിക്കാറുണ്ട്. എനിക്കിതൊക്കെ തിരിച്ച് പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് വെച്ച് മിണ്ടാണ്ട് പോകുമ്പോൾ
അമ്മ എന്തായി കാണിച്ചതിപ്പോൾ? ഇതിത്തിരി കൂടിപ്പോയി. എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥയായിപ്പോയി. മോശമായിപ്പോയി അമ്മ. ഞാൻ എത്രയൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയായിട്ടല്ല, എൻ്റെ അമ്മയെ പോലെ ഞാൻ കാണാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തോടെ എല്ലാം അവസാനിച്ചു. കഷ്ടം തന്നെ അമ്മ. അമ്മയുടെ എന്ത് സ്വഭാവമാണ്.